ഇവിടെ ഇനിയിപ്പോൾ ഒന്ന് കൊണ്ടുപോയി. ഇനി 6 ബോഡീസും കൂടെ ഉണ്ട്. പിന്നെ പാർട്സാണുള്ളത്, ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ് ഇവിടെ ബാക്കിയുള്ളത്. തിരിച്ചറിയാനുള്ളതുണ്ട്, തിരിച്ചറിഞ്ഞതുണ്ട്. ഇതിപ്പോൾ ഗുണ്ടൽപേട്ടിലേക്കാണ് ഇത് കൊണ്ടുപോയത്. ഭയങ്കര സങ്കടമാണ് കാണുന്നത്. ബോഡി ഐഡന്റിഫൈ ചെയ്യുമ്പോഴുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നും പറയാനില്ല. ഇപ്പോൾ എത്ര ആളുകളുണ്ട് എന്ന് പോലും ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. കാരണം ഇവിടെ വന്ന് ക്യാമ്പിൽ കാണുമ്പോഴാണ് നിങ്ങൾ രക്ഷപ്പെട്ടോ, അങ്ങനെ അത്രയും പരസ്പരം കമ്മ്യൂണിക്കേഷൻ പോലും ഉണ്ടായിട്ടില്ല. അന്ന് വലിയൊരു ദുരന്ത മേഖലയെന്ന് ഞങ്ങൾ വരുന്നു. വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രയാസം. പിന്നെ എവിടെയും കടന്നു പോകാൻ പറ്റുന്ന ഒരു വഴിയില്ല, ചേറും ചളിയും നിറഞ്ഞിട്ട് അങ്ങനെ കുടുങ്ങിപ്പോയതാണ്. അല്ലെങ്കിൽ കുറെ ആളുകളെ കൂടി നമുക്ക് രക്ഷപ്പെടുത്തായിരുന്നു. ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ജില്ലാ ഭരണകൂടമൊക്കെ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആളുകളെ രക്ഷപ്പെടുത്തായിരുന്നു. കാരണം ഇതിന്റെ മുൻകാലങ്ങളിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി, നിങ്ങൾ ഒരു നല്ല മഴ വരുമ്പോൾ വേഗം എല്ലാവരും മാറിക്കോളി എന്ന് പറയുമായിരുന്നു. ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു ഇതൊന്നും അധികം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയൊരു ഇത് ഉണ്ടാവില്ലായിരുന്നു. പെങ്ങളെ വീട് സ്കൂൾ റൂട്ടിൽ ഫസ്റ്റ് പൊട്ടിയ വീട് എന്റെ പെങ്ങളെ വീടാണ്. പെങ്ങളും പോയി അളിയനും പോയി. ഇതുവരെ കിട്ടിയിട്ടില്ല, അവരെ കണ്ടെത്താനായിട്ടില്ല. ഇതുവരെ ഈ സമയം വരെ കണ്ടെത്തിയിട്ടില്ല. പിന്നെ ഇന്ന് വൈകുന്നേരത്തെ ചെറിയ വിവരം കിട്ടി, അളിയന്റെ ബോഡി കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെ വേറെ ആളെ ബോഡി അവരുടെ കുട്ടിയെ കൂടി പറയിച്ചിട്ട് ആ കുട്ടി അടക്കം ചെയ്ത് പറഞ്ഞു. രാവിലെ അതിനെപ്പറ്റി സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പെങ്ങളെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ ജ്യേഷ്ഠന്മാരും 3 കുടുംബമുള്ളത് പറമ്പിൽ തന്നെ വീട് വെച്ചിട്ട്. അതില് ഈ ഫസ്റ്റ് വരുന്നത് 1 മണിക്കാണ് ഈ സൗണ്ട് കേൾക്കുന്നത്, പ്രത്യേകത സൗണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്ത് ഇറങ്ങി ഒന്ന് ഭയങ്കര ഒരു ഇതും കാണുന്നില്ല, കറണ്ടൊന്നുമില്ല. ഞാൻ മുകളിലോട്ട് കയറി എന്റെ 2ാമത്തെ നിലയിലേക്ക്. അങ്ങനെ ചെന്ന് ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ പിന്നെ ഈ മരങ്ങളൊക്കെ ഒഴുകി വരുന്ന കാണുന്നത് താഴെ ഭാഗത്ത്. ഞങ്ങൾ പ്രവാരട്ടൻ അങ്ങനെ ഇതേപോലത്തെ പിന്നെ ശിവാനന്ദ വീടിന്റെ താഴത്തായിട്ടാണ് ഇത് കാണുന്നത്. അങ്ങനെയാണ് ഞാൻ ഇറങ്ങി തറവാട്ടിലേക്ക് പോയി. അനിയനൊക്കെ വിളിക്കുന്നുണ്ട്, അത് അവര് വീടിനകത്താണ്. അവര് ജ്യേഷ്ഠൻ പറഞ്ഞ് ഞാൻ സേഫ്റ്റിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോ ഞാൻ നേരെ പോയി 5ന്റെ വീട്ടിലേക്ക് വിളിച്ച്. 5 പറഞ്ഞ് വാതിൽ തുറക്കാൻ കഴിയുന്നില്ല. ഞാൻ അടുക്കള കൂടെ പോയിട്ട് അടുക്കള വാതിൽ തുറന്നപ്പോൾ ഒന്നായിട്ട് വെള്ളം അടക്കം അകത്തേക്ക് കയറി. അങ്ങനെ കുട്ടികളെ 2 ഞാൻ അടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് അനിയനെ ഭാര്യനെ കൈ പിടിച്ച് കൊണ്ടുവന്ന് അനിയൻ ഒരു കുട്ടീനെ എടുത്തിട്ട് പുറത്തേക്ക് വന്നു. ഞങ്ങൾ വന്ന് മേലെ കയറി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങളും കൂടി അങ്ങോട്ട് വരട്ടെ വെച്ച്. എല്ലാവരും വരുന്ന എല്ലാവരും വിളിച്ചു പോയാന്. അതിനൊരു 9 ഫാമിലി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ആ 9 ഫാമിലി കുഴപ്പമൊന്നുമില്ലാതെ കഴിച്ചിലായി. എല്ലാവരും വീടുകളും പോയി. എൻ്റെ വീടിൻ്റെ ഒരു ഫ്രണ്ട് കൂടെയാണ് ഒഴുകി പോയിട്ടുള്ളത്.